ഹലോ ഫ്രണ്ട്സ്, PSC ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. പരീക്ഷയിൽ നിങ്ങളുടെ 1 മാർക്ക് ഉറപ്പിക്കാൻ ഞാനൊരു സൂപ്പർ കോഡ് പറഞ്ഞുതരാം. കോഡ് ഇതാണ്: 101 രൂപ. എന്താണിത് എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? ഈ 101 രൂപ വെച്ച് നമ്മൾ 1 മാർക്ക് എങ്ങനെ നേടുമെന്ന് വഴിയേ കാണാം. മറന്നുപോകരുത്, ഈ കോഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശരി, അപ്പം നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയുടെ നികുതിയുടെ ചരിത്രം തന്നെ മാറ്റിയെഴുതിയ GST, അതായത് ചരക്ക് സേവന നികുതിയെക്കുറിച്ചാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ചോദ്യം സ്ക്രീനിൽ കാണാം. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, നമ്മൾ പറയുന്ന GST, എന്നാണ് ഇന്ത്യയിൽ നിലവിൽ വന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. ഈ തീയതി ഓർത്തെടുക്കാനൊന്ന് ശ്രമിച്ചു നോക്കൂ. നമുക്കിതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. അതെ, ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 2017 ജൂലൈ 1. ഇനി എന്തുകൊണ്ടാണ് ഈ GST ഇത്രയധികം പ്രധാനപ്പെട്ടതാകുന്നത് എന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടൊന്ന് നോക്കാം. GST വരുന്നതിന് മുൻപുള്ള അവസ്ഥയെ നമുക്കൊരു പഴയ തറവാടുമായിട്ട് ഉപമിക്കാം. ആലോചിച്ചു നോക്കിക്കേ, ഒരു സാധനം ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ പലതരം നികുതികൾ കൊടുക്കണം. എക്സൈസ്, വാറ്റ്, എൻട്രി ടാക്സ്, അങ്ങനെ ഒരുപാട്. അതായത് ഒരു നികുതി ചുമത്തിയ സാധനത്തിന് മുകളിൽ വീണ്ടും നികുതി വരും. എന്നാൽ GST വന്നതോടെ ഈ തറവാട്ടിലെ എല്ലാ ചുമരുകളും ഇല്ലാതായി. എല്ലാം ഒറ്റ ഹോളാക്കി. ഒറ്റ നികുതി. അതാണ് ഒരു രാഷ്ട്രം ഒരു നികുതി എന്ന ആശയം. ഇപ്പോ നമ്മൾ ആദ്യം പറഞ്ഞ ആ 101 രൂപയുടെ കോഡ് ഓർമ്മയുണ്ടോ? ദേ, ഇതാണ് അതിന്റെ കണക്ഷൻ. GST നടപ്പിലാക്കിയത് 101ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. നമ്മളൊരു നല്ല കാര്യത്തിന് 101 രൂപ ദക്ഷിണ കൊടുക്കുന്നതുപോലെ ഓർത്താൽ മതി. ഇന്ത്യയുടെ നികുതി സിസ്റ്റം നന്നാക്കാൻ കൊണ്ടുവന്ന 101ാമത്തെ ഭേദഗതി. ഇനി മടക്കില്ലല്ലോ. ഇനി GSTയെക്കുറിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റു ചില പോയിന്റ്സ് നോക്കാം. ഇതൊരു പരോക്ഷ നികുതിയാണ്, അതായത് ഇൻഡയറക്റ്റ് ടാക്സ്. ഇതിന്റെ കൗൺസിൽ ചെയർമാൻ എപ്പോഴും കേന്ദ്ര ധനമന്ത്രിയായിരിക്കും. പിന്നെ ലോകത്ത് ആദ്യമായി GST നടപ്പിലാക്കിയത് ഫ്രാൻസാണ്. ഇന്ത്യയിൽ ഈ ബിൽ ആദ്യം പാസാക്കിയത് അസം ആണെന്നുള്ള കാര്യവും ഓർത്തുവെക്കണം. ഇവ ഓരോന്നും ഓരോ ചോദ്യങ്ങളായി വരാം. GSTയിൽ പ്രധാനമായും 4 ടാക്സ് സ്ലാബുകളാണുള്ളത്: 5, 12, 18, പിന്നെ 28%. ഇതിന്റെ ലോജിക് വളരെ സിമ്പിളാണ്. സാധാരണക്കാരുപയോഗിക്കുന്ന അരി, പാല് പോലുള്ള അവശ്യസാധനങ്ങൾക്ക് 0% നികുതി. കാറുകൾ പോലുള്ള ആഡംബര വസ്തുക്കൾക്ക് ഏറ്റവും കൂടിയ നികുതിയും. ഒരു സാമൂഹിക നീതി ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ GST സെറ്റല്ലേ? ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം. നമ്മുടെ എല്ലാം അഭിമാനമായ ഇസ്രോ. ഒരു സൈക്കിളിൽ തുടങ്ങിയ യാത്ര നക്ഷത്രങ്ങളെ തൊട്ട കഥയാണിത്. ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചു വായിക്കണേ. ഇസ്രോയെ സംബന്ധിച്ച് 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ തെറ്റായത് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓരോ ഓപ്ഷനും നമുക്ക് സൂക്ഷിച്ചു തന്നെ പരിശോധിക്കാം. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണത്തിന്റെ വളർച്ച നോക്കിക്കേ. 1962-ൽ ഇൻകോസ്പാർ എന്ന പേരിൽ ഒരു ചെറിയ കമ്മിറ്റിയിൽ നിന്നാണ് എല്ലാത്തിന്റെയും തുടക്കം. അതിനുശേഷമാണ് 1969 ഓഗസ്റ്റ് 15 നമ്മൾ ഇന്ന് കാണുന്ന ഇസ്രോ ഔദ്യോഗികമായി രൂപീകൃതമാകുന്നത്. പിന്നെ 1975 നമ്മൾ ആദ്യത്തെ സാറ്റലൈറ്റായ ആര്യഭട്ടയെ വിജയകരമായി വിക്ഷേപിച്ചു. ഈ വർഷങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, മാറിപ്പോകരുത്. ഈ മഹത്തായ യാത്രയ്ക്ക് പിന്നിലെ ബുദ്ധികേന്ദ്രം ആരാണെന്നറിയാമോ? അത് ഡോക്ടർ വിക്രം സാരാഭായ് ആയിരുന്നു. ബഹിരാകാശ സാങ്കേതികവിദ്യ സാധാരണക്കാരന്റെ ജീവിതം മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കണം എന്ന് സ്വപ്നം കണ്ട ഒരു വലിയ മനുഷ്യൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്ന് നമ്മൾ ആദരവോടെ വിളിക്കുന്നത്. ഇത് പരീക്ഷയിൽ സ്ഥിരമായി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ്. ഇസ്രോയുടെ പ്രധാന കേന്ദ്രങ്ങൾ ഓർക്കുക. നമ്മുടെ തിരുവനന്തപുരത്തുള്ള BSSCയിലാണ് റോക്കറ്റുകൾ ഉണ്ടാക്കുന്നത്. ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് അത് വിക്ഷേപിക്കുന്നത്. ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുന്നത് ബംഗളൂരുവിലെ URSAയിലും. ഈ 3 കേന്ദ്രങ്ങളും അവയുടെ ജോലികളും കൃത്യമായി ഓർത്തുവെക്കണം. അപ്പോൾ നമ്മൾ കണ്ട ചോദ്യത്തിലെ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി ആണ്. കാരണം എന്താണെന്നിപ്പോ വ്യക്തമായില്ലേ? ISRO സ്ഥാപിച്ചത് 1969ലാണ്. 1962ൽ രൂപീകരിച്ചത് അതിന്റെ മുൻഗാമിയായ ഇൻകോസ്പാർ ആയിരുന്നു. ഈ 2 വർഷങ്ങളും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. അപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ 2 ചോദ്യങ്ങളും അവയുടെ വിശദീകരണങ്ങളും നിങ്ങൾക്ക് നന്നായി പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ മുൻവർഷ ചോദ്യങ്ങൾ സിമ്പിളായി പഠിക്കാൻ നമ്മുടെ PSC ക്ലാസ് റൂം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.